സിമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടു എന്ന് പറയാം, അതോ സ്വയം ഇഷ്ടപ്രകാരം പോയവരും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ കുക്കോസിന്റെ ജൂമാർക്കം അദ്ദേഹം പറയുന്ന അമൃത വിദ്യാപീഠത്തിന്റെ പരിപാടിയിലാണ് പങ്കെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാരെങ്കിലും ഗവർണർ നടത്തുന്ന പ്രോഗ്രാമാണ്. ഗവർണർ ആ സ്ഥാപനത്തിന്റെ തലവനാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ഗവൺമെന്റിന് ഒരു സേ ഉണ്ടല്ലോ ഇതിൽ. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഇവിടെ RSS ഒരു പ്രോഗ്രാം നടത്തുകയാണ്, ഞാനും കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് കൈയും വീശിയൊന്നും വരില്ലല്ലോ. ഇപ്പോൾ കാസർഗോഡ് ഒരു സ്കൂളിൽ ഞാൻ നോട്ടീസ് കൊടുത്തിരിക്കുക. കാസർഗോഡ് ഒരു സ്കൂളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിച്ചു. അപ്പോൾ അത് എയ്ഡഡ് മാനേജ്മെന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എയ്ഡഡ് മാനേജ്മെന്റാണ് മനസ്സിലാക്കുന്നത്. എയ്ഡഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരാവകാശം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു എയ്ഡഡ് മാനേജ്മെന്റിനെ പിരിച്ചുവിടുന്ന സംഭവം ഉണ്ടാകുന്നത്. കേരളത്തിൽ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ്. മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് ഒരു മകൻ നഷ്ടപ്പെട്ടു, വിദ്യാർത്ഥി നഷ്ടപ്പെട്ടതിന് കാരണം മാനേജ്മെന്റ് അനാസ്ഥയോ ഉണ്ടായ കാര്യത്തിൽ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം DEOയെ മാനേജറുടെ ചുമതല കൊടുത്തു. ഇത് നിയമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എയ്ഡഡ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളവും ഗവൺമെന്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചനയാണിത്. തെറ്റായ വിദ്യാഭ്യാസ വിരുദ്ധ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ കയ്യും കെട്ടി ഗവൺമെന്റ് നോക്കി നിൽക്കില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്, ഒരു സൂചനയാണ്. HMനെ സസ്പെൻഡ് ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മാനേജറെ ഡിസ്മിസ് ചെയ്ത ശേഷം പുതിയ മാനേജറെ അവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം ഒരു മാസത്തിനകം അവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അടിയന്തരമായി ഫിറ്റ്നസ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ യോഗം ചേർന്ന് ഓരോ ജില്ലയിൽ 7 പേരുള്ള സ്ക്വാഡുണ്ടാക്കി ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ ഫലം ലഭിക്കത്തക്ക രൂപത്തിലുള്ള ക്രമീകരണങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചത് എല്ലാ രംഗത്തും ഒരു RSS വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഇടക്കാലത്തുണ്ടായിട്ടുള്ള ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ബിജുകുമാർ പങ്കെടുത്തത് വലിയ വിമർശനമാണ്. പ്രത്യേകിച്ച് കുഫോസിന്റെ സർക്കാർ പ്രതിനിധിയാണ്, മറ്റു മോഹൻകുണ്ടടക്കമുള്ള RSS പ്രതിനിധികളെ പോലെയല്ല. അപ്പോൾ ബിജുകുമാർ പങ്കെടുത്തത് കോൺഗ്രസ് കൂടി ഒരു പ്രകടനമായിട്ട് മാറ്റുന്നുണ്ട്. സർക്കാർ പ്രതിനിധി അടക്കം നിയമസഭയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. ചർച്ചകളുണ്ടാവുമോ? അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് സ്വീകരിക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ നമുക്ക് ആലോചിക്കാമായിരുന്നു. അത് പെൻഡിങ്ങിലാണ്, ഉടനെ തന്നെ എത്തിക്കുക. ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ക്രൈസ്തവ സഭകൾ വലിയ ആശങ്കയിലാണ്. ഇന്ന് ദീപിക പത്രത്തിൽ എഡിറ്റോറിയൽ വന്നിരിക്കുന്നു. കേരളത്തിൽ മാത്രമാണ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെയാണ്. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെടണ്ടേ? ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? രാജ്യത്താകെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയല്ലേ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. 2 കന്യാസ്ത്രീമാരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവരെന്ത് തെറ്റാ ചെയ്തുകൊള്ളട്ടെ.
തെറ്റ് ചെയ്തെങ്കിൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ലേ? പ്രത്യേകിച്ച് 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ലേ? സ്ത്രീകളിനപ്പുറം അവർ കന്യാസ്ത്രീമാരാണ്, അവരെ അറസ്റ്റ് ചെയ്യുന്ന നിയമമില്ലേ? സകലമാന നിയമങ്ങളും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണല്ലോ ഈ ബജ്രംഗളിൻ്റെയൊക്കെ തന്നെ സഹായത്തോടു കൂടി അവരുടെ പിന്തുണയോടുകൂടി ഈ 2 കന്യാസ്ത്രീമാരെ ഘോഷയാത്രയോടുകൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ പോയത്. ഒരു തിരുമേനിമാരുടെയും പ്രതിഷേധവും പ്രകടനം കണ്ടില്ലല്ലോ. അപ്പോൾ അവർക്കെല്ലാം അവരുടെ സാധനങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ബാക്കി പാവപ്പെട്ട ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ള നിലയിലായിരിക്കും അവർ എടുത്തിട്ടുള്ളത്. എന്തായാലും അവരും വളരെ ഗൗരവമായിട്ട് ഈ കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്.